കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണു, നിരവധി പേർക്ക് പരിക്ക്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടം പൊളിഞ്ഞു വീണു. ആശുപത്രിയിലെ 14-ാം വാർഡിലെ കെട്ടിടമാണ് ഇന്ന് രാവിലെ 11 മണിയോടുകൂടി പൊളിഞ്ഞു വീണത്. 14-ാം വാർഡിന്റെ അടച്ചിട്ട ബാത്റൂം ഭാഗമാണ് ഇടിഞ്ഞു വീണത്. 2 പേർക്ക് പരിക്കേറ്റു എന്നാണ് പ്രാഥമിക വിവരം. അപകട സമയത്ത് കെട്ടിടത്തോട് ചേർന്ന് നിന്നവർക്കാണ് പ്രധാനമായും പരിക്കേറ്റത്. അപകടത്തിൽ ഒരു കുട്ടിക്കും പരിക്കേറ്റിട്ടുണ്ട്. വയനാട് മീനങ്ങാട് സ്വദേശി അലീന വിൻസെന്റ് 11 വയസ്സിനാണ് പരിക്കേറ്റത്. ശസ്ത്രക്രിയ കഴിഞ്ഞ് 10-ാം വാർഡിൽ ചികിത്സയിൽ കഴിയുന്ന മുത്തശ്ശി ത്രേസ്യമ്മയുടെ കൂടെ ബൈസ്റ്റാൻഡറായി നിൽക്കുകയായിരുന്നു അലീന. അലീനയുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. രോഗികളെ ഒഴിപ്പിക്കുന്നതിനിടെ അത്യാഹിത വിഭാഗത്തിലെ ജീവനക്കാരൻ അമൽ പ്രദീപിന് ട്രോളി വന്നിടിച്ച് നിസ്സാര പരിക്കുമേറ്റു. 10, 11, 14 വാർഡുകളിലും പരിസരങ്ങളിലും ഉണ്ടായിരുന്ന രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ഉടൻ ഒഴിപ്പിച്ചു. ഉപയോഗത്തിലുള്ള കെട്ടിടമല്ല തകർന്നു വീണതെന്ന് മന്ത്രി വീണ ജോർജും VN വാസവനും മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നമ്മൾ അടച്ചിട്ടിരുന്ന താഴത്തെ ടോയ്ലറ്റിന്റെ ഭാഗമാണ് അവിടെ ഇപ്പോൾ ഇടിഞ്ഞു വീണതായിട്ട് കാണുന്നത്. നമ്മൾ ഈ ബ്ലോക്കിന്റെ ഒരു അവസ്ഥയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കിഫ്ബിയിലൂടെ പണം അനുവദിച്ച് പുതിയ ബ്ലോക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. അവിടേക്കുള്ള ഷിഫ്റ്റിംഗ് പ്ലാൻ ചെയ്തിരുന്നു. കഴിഞ്ഞ 3 ആഴ്ച മുൻപ് ഞാനും വാസവ മിനിസ്റ്ററും കൂടി ഇവിടെ ഒരു യോഗം എടുത്തിരുന്നു. അപ്പോൾ നമ്മളിത് ഷിഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ 2 പേർക്ക് പരിക്കുണ്ടെന്നാണ്. സാരമായ പരിക്ക്, വളരെ സാരമായ പരിക്കില്ല എന്നുള്ളത് കാണുന്നു. പക്ഷേ എന്താണെന്നുള്ളത് പരിശോധിക്കട്ടെ. ഇത് ക്ലോസ് ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർ ജയകുമാർ ഡോക്ടർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. ഈ ബിൽഡിംഗ് ടോട്ടലി നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ച് കിഫ്ബിയിലൂടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ ഫൈനൽ മീറ്റിംഗ് നമ്മളൊരു 1 മാസം മുൻപ് എടുത്തിട്ടുള്ളതുമാണ്. 2 ആഴ്ച മുൻപ് എടുത്തതാണ്. അപ്പോൾ എന്താണെന്നുള്ളത് നോക്കട്ടെ. അത് കഴിഞ്ഞ് ബാക്കി എന്താണെന്ന് നോക്കിയിട്ട് പറയാം. അത് ജയകുമാർ ഡോക്ടർ നമ്മൾ നോക്കട്ടെ, ആരാണ് എന്നുള്ളത് നോക്കട്ടെ. സാരമായ പരിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞത്. എന്താണെന്നുള്ളത് നോക്കിയിട്ട് പറയാം. ഇപ്പൊ പറയാം. അല്ല, അത് ഇപ്പോൾ നമ്മളത് കളക്ട് ചെയ്യുന്നേ ഉള്ളൂ. അതായത് ഈ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്തിരുന്നാണ്. ഈ ബിൽഡിംഗ് ടോട്ടലി നമ്മൾ ഇത് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനം എടുത്ത് നമ്മൾ നിർമ്മാണം പൂർത്തീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ ഷിഫ്റ്റിംഗ് തുടങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ഇത് അടച്ചിട്ടിരുന്നത് കൊണ്ട് വാസ്തവത്തിൽ മറ്റ് പ്രയാസങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. ബാക്കി എന്താണെന്നുള്ളത് പരിശോധിച്ചിട്ട് പറയാം. കെട്ടിടത്തിന് ഏറെ കാലപ്പഴക്കമുണ്ടെന്നാണ് വിവരം. 3 നില കെട്ടിടമാണ് ഇടിഞ്ഞു വീണത്. ഓർത്തോ സർജറി വിഭാഗമാണ് കെട്ടിടത്തിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്നത്. കെട്ടിടത്തിനുള്ളിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വലിയ ശബ്ദം കേട്ടാണ് സംഭവസ്ഥലത്തേക്ക് ഓടിയെത്തിയതെന്ന് കെട്ടിടത്തിനുള്ളിൽ നിന്ന് കുട്ടിയെ രക്ഷിച്ച യുവാവ് പറഞ്ഞു. ഒരു കുട്ടി കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി നിന്ന് കരയുന്നത് കണ്ടു. ആ കുട്ടിയെ രക്ഷിച്ചു. പരിക്കേറ്റ കുട്ടിയെ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റി. കുട്ടിയുടെ ശരീരത്തിൽ മുറിവുകളുണ്ട്. കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്നാണ് വിവരം. വീണ് കിടക്കുമ്പോൾ ഡയറക്റ്റ് ഓടിപ്പോന്നു. ഓടിപ്പോന്ന് ഇവിടെ വന്നപ്പോൾ ഒരു കൊച്ച് കിടന്ന് കരയുന്നുണ്ട്. അതിനകത്ത് പെട്ടുപോയായിരുന്നു. അപ്പം അതിൻ്റെ നടുവ് പോകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം എടുത്ത് തോളയിട്ടുകൊണ്ട് ഇറങ്ങി വന്നു. അതാ ചോര, അല്ലാതൊന്നുമില്ല. അപ്പൊ പിന്നെ ഇതിനകത്ത് ഇപ്പം ആളുണ്ടെന്ന് വരില്ല. പക്ഷെ ആളൊന്നും കാണാൻ ചാൻസ് ഇല്ല. ആളുണ്ടെന്നുള്ള ചാൻസ് ഇല്ല. കാരണം ആളുണ്ടെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സ് ആയാലും റിപ്പോർട്ട് ചെയ്തേനെ. അതപ്പോൾ ഇവിടെ വന്നിട്ട് പിന്നെ പാർട്ടിക്കാരൊക്കെ വന്നിട്ട് അതും ഇതൊക്കെ പറഞ്ഞു. അത് കാര്യമൊന്നും വലിയ ശബ്ദമായിരുന്നു. ബിൽഡിംഗ് കഴിയുമ്പോൾ ഒരു ശബ്ദം വരുമല്ലോ. എത്ര ശബ്ദം? ഒരു 10-15 മിനിറ്റ് ആയതേ ഉള്ളൂ. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാം ഉപയോഗിക്കുന്നതാണ്. അവർക്ക് കുഴപ്പമൊന്നുമില്ല. അത് മരണം സംഭവിക്കത്തക്ക അങ്ങനൊന്നുമില്ല. അങ്ങനെ പരിക്കൊന്നുമില്ല. അവർക്ക് ഇത് വീണ അവളെ ഇത് സ്ട്രെച്ചറെ അങ്ങനെ ഏതാണ്ട് ബാത്റൂമിൽ വന്നിട്ട് വീണതാ. അല്ലാതെ അതിന് സാരമായിട്ട് പരിക്കില്ല. ദേഹത്ത് ഇച്ചിരി മുറിവുണ്ട്. കാരണം 2 പില്ലറിനിടയിൽ ഇമിങ്ങിയൊന്നും അല്ലായിരുന്നു. ആ വീണേന്റെ ദേഹത്തൊക്കെ അങ്ങനെ ഒരു പരിക്ക്. ഒരാളെ ഞാൻ ബാത്റൂമാണ് വീണത്. അത് നോർമലായിട്ടുണ്ട്. ഇത്ര പാഴക്കോടവും പിന്നെ മാത്രമല്ല ബാത്റൂം എന്ന് പറയാം വെള്ളം എപ്പോഴും കണ്ടിന്യൂ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ നനവ് വരും. ഇപ്പം മഴക്കാലമാണ്. സ്വാഭാവികമായിട്ട് സംഭവിക്കാം. ഒരു പിടിയില്ല ചേട്ടാ. ഞാനിവിടെ വാടി പേരപ്പൻ്റെ അടുത്ത് എനിക്കറിയാവുന്ന ഞാൻ വന്നപ്പോ ഒരാൾ അതിപ്പം എന്തായാലും കേരളെന്ന് പറഞ്ഞപ്പോ അത് കരയുന്ന കണ്ടപ്പോ ഞാൻ ജസ്റ്റ് കയറി എടുത്തോണ്ട്. ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ചികിത്സ തേടിയെത്തുന്നത്. തലനാരിഴയ്ക്കാണ് പലരും ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. അല്പസമയം മുമ്പ് കെട്ടിടം ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ കുടുങ്ങിയ മറ്റൊരു സ്ത്രീയെയും പുറത്തെടുത്തു. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് രക്ഷാപ്രവർത്തകർ സ്ത്രീയെ കണ്ടെത്തിയത്. അപകടത്തിന് ശേഷം തലയോലപ്പറമ്പ് സ്വദേശി
ബിന്ദുവിനെ കാണാതായതായി ഭർത്താവ് വിശ്രുതൻ പറഞ്ഞിരുന്നു. 14-ാം വാർഡിലെ ശുചിമുറിയിൽ കുളിക്കാനായി ബിന്ദു പോയതായി ഭർത്താവിന് വിവരമുണ്ട്. ഇവരുടെ മകൾ ട്രോമ കെയറിൽ ചികിത്സയിലാണ്. മകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് വിശ്രുതനും ഭാര്യ ബിന്ദുവും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയത്. കെട്ടിടം തകർന്നു വീണ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചാണ്ടിയുമ്മൻ MLA നേതൃത്വത്തിൽ ഇപ്പോൾ പ്രതിഷേധം നടക്കുകയാണ്. രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് MLA പ്രതിഷേധിച്ചത്. ആളൊഴിഞ്ഞ കെട്ടിടമാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് ചാണ്ടിയുമ്മൻ പറഞ്ഞു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും മന്ത്രി വാസവനും തെറ്റായ വാർത്തകൾ പരത്തുവാൻ ശ്രമിച്ചത് രക്ഷാപ്രവർത്തനം വൈകുവാൻ കാരണമായി. അപകടം ഉണ്ടായപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനത്തിനുള്ള ശ്രമങ്ങൾ വേണ്ട രീതിയിൽ നടന്നില്ല എന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു. സാധാരണക്കാരൻ്റെ ആശ്രയമായ ഒരു മെഡിക്കൽ കോളേജിൽ അവർക്ക് ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ പോലും ഇങ്ങനൊരു സാഹചര്യത്തിൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. അതിനെ എത്രയും പെട്ടെന്ന് സർക്കാർ ഇടപെടണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും സർക്കാർ ഇടപെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇനിയും താമസിക്കരുത് എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത്, ഉപയോഗിക്കാതെ കിടക്കുന്ന കെട്ടിടമാണെങ്കിലും ഉപയോഗിക്കുന്ന കുട്ടി ആവപ്പെട്ടിട്ടുണ്ടോ? കുട്ടി ആവപ്പെട്ടിട്ടുണ്ടെങ്കിൽ 3 പേർക്ക് പരിക്കുണ്ട്, കുട്ടി ആവപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതെല്ലാം ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമല്ലേ? ഇത് ഇവിടെ നമ്മുടെ ഒരു കാര്യം മാത്രമാണോ? ഒരാൾക്ക് പോലും ഇവിടെ കുഴപ്പമുണ്ടാകാൻ പാടില്ല. കാരണം അവര് ഇവിടെ ചികിത്സ തേടി ഇവിടെ വരുമ്പോൾ ചികിത്സിക്കേണ്ട സ്ഥലത്ത് അപകടം നടന്നാൽ അതിനാരാ മറുപടി പറയുന്നേ? ആരെങ്കിലും മറുപടി പറയണ്ടേ? അതിന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണോ ചെയ്യുന്നത്? ഇപ്പൊ സംഭവിച്ചിട്ട് 1 മണിക്കൂർ കൂടുതലായി, 1.5 മണിക്കൂറായി. അപ്പൊ ഇതൊന്ന് ക്ലിയർ ചെയ്യുവാൻ ഇനി 10 മിനിറ്റ് എടുക്കുമെന്ന് പറയുന്നത് വിശ്വസിക്കാം. നമുക്ക് 10 മിനിറ്റ് ചെയ്ത് പ്രതീക്ഷിക്കാം. പക്ഷെ ഇനിയും താമസിച്ചാൽ നമ്മൾ അതങ്ങനെ അരിക്കത്തില്ല പ്രതികരണം. അവിടെ ആൾക്കാർ ഇപ്പോഴും അവരുടെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അവരെ അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. ഒഴിപ്പിച്ചതിന് ശേഷം ഒഴിഞ്ഞ കെട്ടിടം എന്ന് പറയാൻ എളുപ്പമാ. ഇതെങ്ങനെയാ ഇത് ഒഴിഞ്ഞ കെട്ടിടം എന്ന് പറയുന്നത്? അപ്പോൾ എന്തും പറഞ്ഞ് രക്ഷപ്പെടാം എന്ന് വിചാരിക്കും. അവിടെ പാത്രങ്ങളുണ്ട്, വസ്ത്രങ്ങളുണ്ട്, അവിടെ കുടയിരിപ്പുണ്ട്, എല്ലാ സാധനങ്ങളും ഇരിപ്പുണ്ട്. അതിന്റെ മേളത്തെ കെട്ടിടം ഇടിഞ്ഞു വീണിരിക്കുക. എന്നിട്ട് പറയാ ഒഴിഞ്ഞ കെട്ടിടം ഇടിഞ്ഞു വീണു. എങ്ങനെ ഇത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഇത് ആരെങ്കിലും ഒരു മറുപടി പറയണ്ടേ? ആള് കുടുങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ലല്ലോ. ആള് കുടുങ്ങിയിട്ടുണ്ടോ എന്ന് എന്തുകൊണ്ട് പരിശോധിക്കുന്നില്ല? ഒഴിഞ്ഞ കെട്ടിടം എന്ന് പറയുന്നു. ഒഴിഞ്ഞ കെട്ടിടം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക സർക്കാർ. കാരണം എന്താ? ഇവിടെ താഴെ ആൾക്കാർ താമസിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. നിങ്ങളൊന്ന് കയറി നോക്കിയേ, നിങ്ങൾ കയറി നോക്കി മനസ്സിലാവും. ഈ തകർന്ന് വീണ കെട്ടിടത്തിന് താഴെ വാർഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു ഇവിടെ ആരും ഇല്ല എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? ഇവിടുത്തെ ജനങ്ങളെ വീണ്ടും വെല്ലുവിളിക്കുകയല്ലേ? ഇവിടുത്തെ മാധ്യമങ്ങളെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമമല്ലേ? കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമമല്ലേ? ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് അത് ഒഴിഞ്ഞ കെട്ടിടമെന്ന് പറയുവാൻ, അത് ഒഴിഞ്ഞു മാറുവാൻ എങ്ങനെ സാധിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. തീർച്ചയായിട്ടും ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇവിടെ കഴിഞ്ഞ കുറേ നാളുകളായി ഞാൻ മനസ്സിലാക്കുന്ന HMC പോലും കൂടുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിങ്ങനെ വിടാൻ സാധിക്കത്തില്ല. ഇത് ശക്തമായ പ്രക്ഷോഭം മെനഞ്ഞാന്ന് ഇവിടെ നടന്നു. ഇതിൽ ശക്തമായ പ്രക്ഷോഭം നടക്കാൻ പോകും. അത് പ്രക്ഷോഭം മാത്രമേ വഴിയുള്ളെന്നാ തോന്നുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ ഒഴിഞ്ഞ കെട്ടിടം എന്ന് പറഞ്ഞ് കള്ളം പറയുന്നു. ഈ കള്ളം പറയുന്ന ആരെ വഞ്ചിക്കാൻ? സത്യം പറഞ്ഞാൽ ഒഴിഞ്ഞ കെട്ടിടമാണെന്ന് പറയുമ്പോൾ ഒരു ആശ്വാസത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഈ തൊട്ട് നിങ്ങൾ തന്നെ പോയി നോക്കൂ, എത്ര പേര് അവിടെ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാരെ ഒഴിപ്പിച്ചു ഈ സംഭവം നടന്നപ്പോൾ. അതൊരു വാർഡായിട്ട് പ്രവർത്തിക്കുക. ആ വാർഡ് താഴെയുണ്ട്. അങ്ങോട്ടാ വീണെങ്കിലോ? മാത്രമല്ല ഇവിടെ ഒരു കൃത്യമായ അന്വേഷണം, ഇവിടെ ഈ സാധനങ്ങൾ നീക്കം ചെയ്യാൻ ഇനിയും വൈകാൻ പാടില്ല. ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കണം. അതിന് ഒരു താമസവും ഇനി ഉണ്ടാകാൻ പാടില്ല. രക്ഷാപ്രവർത്തനത്തിന് പോലീസും ഫയർഫോഴ്സും ഇവിടെ വന്ന് നിന്നിട്ട് കാര്യമില്ല. അവർ ആക്ട് ചെയ്യണം. സമയം വൈകി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എങ്കിൽ പോലും എത്രയും പെട്ടെന്ന് ചെയ്യാമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുക. സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം ഇടിഞ്ഞു വീണതിന്റെ നടുക്കത്തിലാണ് രോഗികളും കുട്ടിരിപ്പുകാരും. അപകടം നടക്കുമ്പോൾ ഒരു കുട്ടി ഉൾപ്പെടെ 3 പേരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെന്നും ഇവരെ അപ്പോൾ തന്നെ രക്ഷിച്ചെന്നും ദൃക്സാക്ഷികൾ പ്രതികരിച്ചു. കേരളത്തിന്റെ ആരോഗ്യമേഖലയാകെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. മെഡിക്കൽ കോളേജുകളിൽ ഉൾപ്പെടെ മരുന്നുകളില്ല. പല സ്ഥലങ്ങളിലും സർജറികൾ ഉൾപ്പെടെ മുടങ്ങിക്കിടക്കുന്നു. സ്റ്റെന്റ് കമ്പനികൾക്ക് പണം നൽകാത്തതിനാൽ കമ്പനികൾ സ്റ്റെന്റ് സപ്ലൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വകാര്യ ആശുപത്രികൾക്ക് ചാകരയാണ്. കോടികൾ ചിലവഴിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട്. ഉപകരണങ്ങളുടെ പർച്ചേസും നന്നായി നടക്കുന്നുണ്ട്. പക്ഷേ സാധാരണക്കാരായ രോഗികൾക്കുള്ള മരുന്നുകൾ ഒരിടത്തുമില്ല. ഇതിൽ സഹികെട്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ഹാരിസ് കടുത്ത വിമർശനവുമായി കഴിഞ്ഞ ദിവസം എത്തിയത്. വീണ എന്ന എട്ടും പൊട്ടും തിരിയാത്ത ഒരു സ്ത്രീയെ മുന്നിൽ നിർത്തി ആരോഗ്യമേഖലയിൽ തീവട്ടിക്കൊള്ളയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ 100 കണക്കിന് പേരെ ആരോഗ്യവകുപ്പിൽ പിൻവാതിൽ നിയമനം നടത്തി.
പാവങ്ങൾക്ക് വേണ്ടിയുള്ള കാരുണ്യ അടക്കമുള്ള പല ഇൻഷുറൻസ് പദ്ധതികളെല്ലാം തന്നെ മുടങ്ങിക്കിടക്കുകയുമാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.